ഇന്നലെ വൈകുന്നേരം 6:52 ഈ കാറ് പൊട്ടിത്തെറിച്ചത്. ഈ സ്ഫോടനത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സ്ഥിരീകരിച്ച വാർത്ത. 30 പേർക്ക് പരിക്കേറ്റു. LNJP ആശുപത്രിയിലാണ് മൃതദേഹങ്ങളുള്ളത്. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ആഭ്യന്തര മന്ത്രാലയം ഇന്ന് അടിയന്തര യോഗം ചേരുന്നുണ്ട്. മാത്രമല്ല ഇന്നലെ തന്നെ പ്രധാനമന്ത്രിയുമായി ആഭ്യന്തരമന്ത്രി സംഭാഷണം നടത്തിയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ആശുപത്രിയിലെത്തിയതും LNJP ലോക്നായക് ഹോസ്പിറ്റലിലെത്തിയതും അതിനുശേഷം അദ്ദേഹം ഈ അപകടം നടന്ന ഈ സ്ഫോടനമുണ്ടായ സ്പോട്ടിലേക്ക് അദ്ദേഹം എത്തിയതും. രാജ്യം ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ്, ഡൽഹി പ്രത്യേകിച്ചും. എന്തായാലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത രീതിയിൽ സുരക്ഷാ ഏജൻസികൾ ഇഴകീറി പരിശോധിക്കുന്ന ഒരു അവസ്ഥയാണ്. ഡൽഹിയിൽ നടുക്കമുണ്ടാക്കിയ സ്ഫോടനത്തിന് ശേഷം കനത്ത സുരക്ഷയിലാണ് ഡൽഹി നഗരം. ഡൽഹി എന്ന മഹാനഗരം ഇന്നലെ ഉറങ്ങിക്കാണില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വിവരങ്ങളുമായി അപകടം നടന്ന സ്പോട്ടിൽ നിന്ന് നമുക്കൊപ്പം വിനീത BG വീണ്ടും ചേരുന്നു. വിനീത, കൂടുതൽ അപ്ഡേറ്റ്സ് എന്തെങ്കിലും നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇതൊരു ഭീകരാക്രമണമായി കണക്കാക്കി തന്നെയാണല്ലോ ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ലഭിക്കുന്ന വിവരം, കാർ ഉടമ താരിഖ് കസ്റ്റഡിയിലായി. പുൽവാമ സ്വദേശിയായ താരിഖിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ശരിക്കും കാറ് പല ആളുകൾ ഓണർമാർ കൈമാറി. അവസാനം ഈ പുൽവാമ സ്വദേശി കാറ് വിലയ്ക്ക് വാങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഡൽഹി സ്ഫോടനമുണ്ടായത്. ഈ താരിഖിൻ്റെ റോൾ ഇതിൽ എന്താണ് എന്ന് അന്വേഷണ ഏജൻസികൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്ന വിധത്തിൽ ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള ബ്രേക്കിംഗ് ന്യൂസാണ് ഡൽഹിയിൽ നിന്ന് വരുന്നത്. വിനീത BG നമുക്കൊപ്പം ചേരുകയാണ്. വിനീത, ഏറ്റവും ആശ്വാസകരമായ കാര്യം ഈ കാർ ഉടമയെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞു. പുൽവാമ സ്വദേശിയായ താരിഖാണ് കാറിൻ്റെ ഏറ്റവും അവസാനത്തെ ഉടമ എന്നാണ് വിവരം നമുക്ക് ലഭിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? ഈ കാറിന്റെ ഉടമ താരിഖ് പുൽവാമ സ്വദേശിയാണ്. ഇയാളെ ഇപ്പോൾ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളുടെ അറസ്റ്റിലേക്കടക്കം അന്വേഷണ സംഘം നീങ്ങിയതായിട്ടുള്ള ഒരു സൂചന കൂടിയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ കാറിന്റെ നിലവിലെ ഉടമയാണ് ഈ താരിഖ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഫോറൻസിക് ഉദ്യോഗസ്ഥരാണ്. അവർ ആ പരിശോധനകൾ പൂർത്തിയാക്കി അവർ ആ ഭാഗത്തേക്ക് നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ നിലവിൽ കാണാൻ കഴിയുന്നത്. ഇപ്പോഴും അകത്ത് മറ്റ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെയുണ്ട്. ഇന്നലെ രാത്രി ഏറെ വൈകിയും പരിശോധനകൾ ഈ മേഖലകളിൽ തന്നെ തുടർന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ മേഖലകളിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ, ഇന്നലെയൊക്കെ നമ്മൾ നിന്ന ആ മേഖലയിലാണ് ഇപ്പോൾ ആ ഉദ്യോഗസ്ഥർ നിൽക്കുന്നത്. അവിടെ ആകമാനം ഈ വാഹനത്തിന്റെ അവശിഷ്ടങ്ങൾ, ഈ സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച വാഹനത്തിന്റെ അവശിഷ്ടങ്ങൾ ആ നിരത്തെ കിടക്കുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ മനുഷ്യാവശിഷ്ടങ്ങൾ, മനുഷ്യരുടെ ശരീരാവശിഷ്ടങ്ങളൊക്കെ തന്നെ ആ മേഖലകളിൽ ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ ഫോറൻസിക് ഉദ്യോഗസ്ഥർ അവിടെ എത്തി അവർ തെളിവുകളൊക്കെ തന്നെ ശേഖരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇനി SKN സൂചിപ്പിച്ചതുപോലെ താരിഖിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അറസ്റ്റിലേക്ക് എന്ന ചില സൂചനകളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അത് വളരെയധികം ആശ്വാസകരമായ ഒരു വിവരം തന്നെയാണ്. കാരണം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ കാർ ഹരിയാന രജിസ്ട്രേഷൻ ഉള്ളതാണ് എന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് സൽമാൻ എന്ന ആളെ, ഈ കാറിന്റെ ആദ്യ ഓണറാണ്, സൽമാനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. ഏതാണ്ട് 1.5 വർഷം മുമ്പ് തന്നെ ഈ വാഹനം ഞാൻ മറ്റൊരാൾക്ക് വിറ്റു എന്ന് സൽമാൻ മൊഴി നൽകുന്നു. അത് ദേവേന്ദ്ര എന്നൊരാൾക്കാണെന്നും ദേവേന്ദ്രയാണ് ഈ പുൽവാമ സ്വദേശിയായ സൽമാന് കാറ് മറച്ചു വിറ്റതെന്നും വിവരം അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ടായിരുന്നു. ഈ പുൽവാമ സ്വദേശിയായ താരിഖ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുണ്ട്. അതിൽ UAP ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. എക്സ്പ്ലോസീവ് ആക്ട് 3, 4, കൊലപാതക ശ്രമം എന്നീ വകുപ്പുകൾ കൂടി ചേർത്തിട്ടുണ്ട്. ഈ സംഭവത്തിനെ ഭീകരാക്രമണവുമായി കണക്കാക്കി തന്നെയാണ് ഇതിനോടകം അന്വേഷണം പുരോഗമിക്കുന്നത്. ജെയ്ഷ മുഹമ്മദിന് ഈ സംഭവത്തിന് പിന്നിൽ അവർക്ക് പങ്കുള്ളതായിട്ടുള്ള ചില സംശയങ്ങൾ കൂടിയുണ്ട്. മേഖലകളിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള CCTV ദൃശ്യങ്ങളടക്കമുണ്ട്. ഈ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ അന്വേഷണത്തിന്റെ പരിശോധന നടക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമ്പോൾ ഇപ്പോഴും വീണ്ടും ഉദ്യോഗസ്ഥർ ആ മേഖലയിൽ തുടരുകയാണ്. അവർ ഇന്നലെ രാത്രിയോട് കൂടിയൊക്കെ ആ മേഖലകളിൽ എത്തിയിരുന്നവരാണ്. അതിൽ ഈ ദരിയാഗഞ്ച്, റെഡ് ഫോർട്ട് ഏരിയ, കാശ്മീർ ഗേറ്റ്, സുനേഹരി മസ്ജിദിന് സമീപം എന്നിവിടങ്ങളിലൊക്കെ ഈ കാറ് സഞ്ചരിച്ചതായിട്ടുള്ള ചില ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട്. ഈ ചെങ്കോട്ട സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ആകാശ എയറിന്റെ മുന്നറിയിപ്പും വന്നിട്ടുണ്ട്. ഇങ്ങനെ വലിയ ജാഗ്രതാ നിർദ്ദേശം ഈ സ്ഫോടനത്തിന് പിന്നാലെ തന്നെ എല്ലാ മേഖലകളിലും നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ മേഖലയിൽ ചാന്ദി ചൌക്കിന് സമീപമുള്ള ഒരു മേഖലയാണ് ഈ സ്ഫോടനമുണ്ടായ മേഖല. നമുക്കിപ്പോൾ ആ ഉദ്യോഗസ്ഥരെയാണ് കാണാൻ കഴിയുന്നത്. അവർ അവിടെ പരിശോധന മറുവശത്ത് പൂർത്തിയാക്കി അവർ ഈ വശങ്ങളിലേക്ക് നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങളായിരുന്നു നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫോറൻസിക് സംഘം, പ്രത്യേക അന്വേഷണ സംഘമൊക്കെ അവരുടെ കൂടെയുണ്ട്. അവർ ആ മറുവശത്ത് ഈ സ്ഫോടനമുണ്ടായ സ്ഥലത്ത് പരിശോധനകൾ പൂർത്തിയാക്കി അവർ പുറത്തേക്ക് നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ഇന്നലെ രാത്രിയോടുകൂടി എത്തിയ ഉദ്യോഗസ്ഥരാണ്. ഏതാണ്ട് മണിക്കൂറുകളോളം പൂർത്തിയാക്കിയാണ് അവർ.
सर कहां तक पहुंची है जांच? कुछ एविडेंस ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.